വിദേശ നിക്ഷേപകർ കൈവിട്ടു. രൂപയുടെ മൂല്യം റെക്കോർഡ് താഴ്ചയിൽ. ട്രംപിന്റെ പുതിയ നികുതി നൽകുന്ന സമ്മർദ്ദം വേറെയും. ഓഹരി വിപണിയെ തകർച്ചയിൽ നിന്ന് കരകയറ്റാൻ നിർമ്മല സീതാരാമന്റെ ബഡ്ജറ്റ് മാജിക് ഉണ്ടാകുമോ? 2026 ഫെബ്രുവരി 1 മൂന്നാം മോദി സർക്കാരിന്റെ മൂന്നാം ബഡ്ജറ്റ് എത്തുന്നു. ഇന്ത്യൻ ഓഹരി വിപണി കടുത്ത പ്രതിസന്ധി നേരിടുന്ന പശ്ചാത്തലത്തിലാണ് വിദേശ നിക്ഷേപകർ വൻതോതിൽ പണം പിൻവലിക്കുന്നതും രൂപയുടെ മൂല്യം ഇടിയുന്നതും വിപണിയെ സാരമായി ബാധിച്ചിരിക്കുന്നു. 2024 പകുതിയോടെ ആരംഭിച്ച നിക്ഷേപകരുടെ ഈ പിന്മാറ്റം വിപണിയെ വൻ തകർച്ചയിലേക്കാണ് നയിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത പുതിയ നികുതി നയങ്ങളും ആഗോളതലത്തിലെ യുദ്ധ സാഹചര്യങ്ങളും വെല്ലുവിളിയാകുന്നുണ്ട്. നിക്ഷേപകരുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കാനും വിപണിയെ ഉത്തേജിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ള നിർണായക പ്രഖ്യാപനങ്ങൾ ഈ ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്നാണ് സാമ്പത്തിക ലോകം ഉറ്റുനോക്കുന്നത്. കടബാധ്യതകളില്ല, ഭീഷണികളില്ല. എന്നിട്ടും ആ വെടിവെച്ച് മുഴങ്ങിയത് എന്തിന്? CJ റോയിയുടെ മരണത്തിൽ ആദായ നികുതി വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കി കുടുംബം. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയ് ഇന്നലെ വൈകിട്ട് ലാങ്ഫോർട്ട് ടൗണിലെ ഓഫീസിൽ ജീവനൊടുക്കി. ഉച്ചയ്ക്ക് 12 മണിക്കെത്തിയ ആദായ നികുതി ഉദ്യോഗസ്ഥർ രേഖകൾ പരിശോധിക്കാനായി റോയിയോട് ഓഫീസിൽ തുടരാൻ നിർദ്ദേശിച്ചിരുന്നു. 3 മണിയോടെ രേഖകൾ എടുക്കാനെന്ന് പറഞ്ഞ് സ്വന്തം ക്യാബിനിൽ കയറിയ അദ്ദേഹം നെഞ്ചിലേക്ക് വെടിയുതിർക്കുകയായിരുന്നു. ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും യാത്രാമധ്യേ മരണം സംഭവിക്കുകയായിരുന്നു. CJ റോയുടെ മരണത്തിൽ CID അന്വേഷണം ഊർജിതമാക്കി. ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് റോയിയുടെ ഡയറിയും ഫോണും കസ്റ്റഡിയിലെടുത്തു.